വിവാദമായ ലേബർ കോഡ് സംസ്ഥാനത്ത് നടപ്പിലാക്കാനുള്ള ശ്രമവുമായി വി ഡി സതീശൻ സർക്കാർ. PM ശ്രീക്കും വഖഫിനും ശേഷം ലേബർ കോഡിലും നിലപാട് മാറ്റുകയാണോ വി ഡി സതീശൻ സർക്കാർ? തൊഴിലാളി വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി മുൻ LDF സർക്കാർ നടപ്പാക്കില്ലെന്ന് പറഞ്ഞ ലേബർ കോഡുമായി മുന്നോട്ട് പോകാനാണ് വി ഡി സതീശൻ സർക്കാരിന്റെ തീരുമാനം. കേന്ദ്ര ലേബർ കോഡിന് കീഴടങ്ങാനുള്ള വി ഡി സതീശൻ സർക്കാരിന്റെ നിലപാടിനെതിരെ വിമർശനം ശക്തമായിട്ടുണ്ട്. ആശങ്കകൾ എന്തൊക്കെയെന്നുള്ളതാണ് ആദ്യം പരിശോധിക്കുന്നത്. 8 മണിക്കൂർ ജോലി എന്നുള്ളത് 12 മണിക്കൂറായി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കുന്നതിനും പണി മുടക്കുന്നതിനുമുള്ള അവകാശങ്ങൾ തടയുന്നു. സ്ഥിരം തൊഴിൽ ഭീതി മാറ്റി കരാർ നിയമന രീതി വർദ്ധിക്കാൻ ഇത് ഇടവരുത്തും. മറ്റൊന്ന്, തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ ഇല്ലാതാകുമെന്ന പ്രധാന ആശങ്കയാണ്. 300 വരെ തൊഴിലാളികളുള്ള സ്ഥാപനത്തിൽ സർക്കാർ അനുമതി ഇല്ലാതെ പിരിച്ചുവിടൽ നടത്താം. ഗിഗ് തൊഴിലാളികളെ സ്വയം തൊഴിൽ ചെയ്യുന്നവരായി കണക്കാക്കുന്നതിനാൽ കമ്പനികൾക്ക് ബാധ്യത ഉണ്ടാകുന്നില്ല. സ്ഥാപനങ്ങളിൽ ഇൻസ്പെക്ഷൻ നടത്താൻ മുൻകൂർ അനുമതി വേണമെന്നത് മിന്നൽ പരിശോധനകൾക്ക് തടയിടുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ INTUCയുടെ ഒരു പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് ഞാനത് വായിക്കാം. പൊതു അവലോകനം: നിയമം എന്ന വാക്ക് തന്നെ എടുത്തു കളഞ്ഞിരിക്കുന്നു. വളരെ ദുർബലമായി കോഡ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. കോഡ് 2019 എന്നും കോഡ് 2020 എന്നും എന്ന് പറഞ്ഞിരിക്കുന്നതിലൂടെ തൊഴിൽ നിയമങ്ങളെല്ലാം മോദി സർക്കാരാണ് രാജ്യത്ത് നടപ്പിലാക്കിയത് എന്ന പുതിയ ചരിത്രം രചിക്കാൻ ശ്രമിക്കുന്നു. റദ്ദ് ചെയ്ത നിയമനിർമ്മാണങ്ങളെല്ലാം നടത്തിയത് നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമായതിനാൽ നെഹ്റു തമസ്കരണമാണ് ഈ ലേബർ കോഡുകൾക്ക് പിന്നിലുള്ള രഹസ്യ അജണ്ട. 4. ഈ കോഡ് കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് മാത്രം. 5. ഈ കോഡ് പൂർണ്ണമായും തൊഴിലാളി വിരുദ്ധമാണ്. 6. ഈ കോഡുകളുടെ രൂപീകരണ വേഗത ആരെയും അത്ഭുതപ്പെടുത്തുന്നു പറഞ്ഞിട്ട് ഓരോ കോഡുകളുടെയും മറ്റും പറയാണ്. അപ്പോൾ INTUC അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ കോൺഗ്രസിന്റെ നിന്ന് പറയാവുന്ന തൊഴിലാളി സംഘടനയാണല്ലോ. അപ്പോൾ അവരടക്കം ഇങ്ങനെ വിശാലമായിട്ടുള്ള കാര്യങ്ങൾ വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ലേബർ കോഡ് കോൺഗ്രസ് മുഖ്യമന്ത്രി ഭരിക്കുന്ന കാലത്ത് നടപ്പാക്കാൻ പറ്റുമോ രാഷ്ട്രീയമായിട്ട് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ചർച്ചയായിട്ട് വരുമായിരിക്കും. തൊഴിലാളി സമൂഹം പതിറ്റാണ്ടുകളുടെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത തൊഴിൽ അവകാശങ്ങളും ആനുകൂല്യങ്ങളും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇല്ലാതാക്കുകയാണ്. പുതിയ തൊഴിൽ കോഡുകൾ തൊഴിലാളികളെ എങ്ങനെയാണ് ബാധിക്കുക എന്നതിന്റെ നേർചിത്രം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ മുൻപിലേക്ക് എത്തിയിരുന്നു എന്നതും ഓർക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ലേബർ കോഡിനെതിരെ രാജ്യവ്യാപകമായി സമരം ചെയ്തവരിൽ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUCയും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതും വസ്തുതയാണ്. ആ സമരങ്ങളിൽ അടക്കം പങ്കെടുത്തവർ സംസ്ഥാനത്തെ മന്ത്രിസഭയിൽ മുൻനിരയിൽ തന്നെ ഉണ്ടെന്നതാണ് ഏറ്റവും കൗതുകം. എന്നിട്ടും PM ശ്രീക്കും വഖഫിനും ശേഷം സാങ്കേതിക പറഞ്ഞ് ലേബർ കോഡിന് അനുമതി നൽകാനാണ് വി ഡി സതീശന്റെ നീക്കം. നിയമത്തിലെ ചില വ്യവസ്ഥകളിൽ എതിർപ്പുണ്ടെന്ന് പറയുമ്പോഴും അത് നടപ്പാക്കാൻ തീരുമാനിച്ചാൽ അതെല്ലാം സംസ്ഥാനത്ത് ബാധകമാകുമെന്നത് വി ഡി സതീശൻ സർക്കാർ ഓർക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.